നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഒരുപാട് പേർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു നീണ്ട യാത്ര. നല്ല സമയങ്ങളിൽ നമ്മുടെ കൂടെ ചിരിക്കാനും ആഘോഷിക്കാനും ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും ഇവരെല്ലാം എന്നും കൂടെയുണ്ടാകുമെന്ന്. എന്നാൽ ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ കഠിനമായ ദിവസങ്ങൾ വരുന്നത് ഒരു പരീക്ഷണമായിട്ടല്ല, മറിച്ച് ഒരു വെളിപ്പെടുത്തലായിട്ടാണ്. നമ്മൾ തളർന്നു വീഴുമ്പോൾ ആര് ഓടി വന്ന് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുവോ അവരാണ് നമ്മുടെ യഥാർത്ഥ കുടുംബം. നമ്മുടെ കണ്ണീരൊപ്പുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നിശബ്ദമായി കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ പങ്കാളി. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൂടെ ഉണ്ടാകാനല്ല, മറിച്ച് ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. അവരെയാണ് നമ്മൾ യാത്രക്കാർ എന്ന് വിളിക്കേണ്ടത്. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ മാത്രം കൂടെ നിൽക്കുകയും ചെറിയൊരു പ്രയാസം വരുമ്പോൾ കൈവിട്ടു പോവുകയും ചെയ്യുന്നവർ. അവരെ ഓർത്ത് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. തെറ്റായ ആളുകളെ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുന്നത്. പിടിച്ചു നിൽക്കാൻ താല്പര്യമില്ലാത്തവരെ പോകാൻ അനുവദിക്കുക. അതൊരു പരാജയമല്ല, മറിച്ച് സ്വയം നൽകുന്ന ഒരു മോചനമാണ്. ശരിയായ ആളുകൾക്കായി നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകാൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞുപോയ ബന്ധങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. കാരണം ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ജീവിതം ഋതുക്കൾ മാറുന്നത് പോലെയാണ്. വസന്തകാലത്ത് പൂക്കൾ വിരിയുന്നത് കാണാൻ എല്ലാവരും എത്തും. പക്ഷേ മഞ്ഞുകാലത്ത് ഇലകൾ പൊഴിയുമ്പോൾ ആ മരത്തിൻ്റെ ചില്ലകളിൽ ഒന്ന് തൊടാൻ പോലും ആരും കാണില്ല. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. പ്രശസ്തിയും പണവും സന്തോഷവും ഉള്ളപ്പോൾ ചുറ്റും കൂടുന്നവരല്ല നിങ്ങളുടെ ആളുകൾ. ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ തനിച്ചാണെന്ന് തോന്നുമ്പോൾ ആ തോളിൽ കൈവെക്കുന്ന ഒരാളുണ്ടല്ലോ, അവിടെയാണ് ബന്ധങ്ങളുടെ മൂല്യം തുടങ്ങുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തോടോ വിധിയോടോ പരാതിപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും കഷ്ടപ്പാടുകൾ എന്ന്. എന്നാൽ സത്യത്തിൽ ആ കഠിനമായ ദിവസങ്ങൾ ഒരു വെളിച്ചമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നടിക്കുന്നവരുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴാൻ ആ വെളിച്ചം ആവശ്യമാണ്. രക്തബന്ധം ഉള്ളതുകൊണ്ട് മാത്രം ആരും കുടുംബമാകുന്നില്ല. നിങ്ങൾ വീഴുമ്പോൾ വേദനിക്കുന്നവരാണ് നിങ്ങളുടെ കുടുംബം. നിങ്ങളുടെ വിജയത്തിൽ അസൂയയില്ലാതെ സന്തോഷിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറയുമ്പോഴും ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരാളാണ് യഥാർത്ഥ പങ്കാളി. നമ്മുടെ ജീവിതം ഒരു ബസ് യാത്ര പോലെയാണ്. ഓരോ സ്റ്റോപ്പിലും ആളുകൾ കയറും. കുറച്ചു ദൂരം നമ്മളോടൊപ്പം സംസാരിക്കും. ചിലർക്ക് അവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങണം. അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് വെറുതെയാണ്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തേക്കാൾ വലുത് അവരുടെ ആവശ്യങ്ങളായിരിക്കും. ആവശ്യം കഴിയുമ്പോൾ അവർ മാറും. അവരെ യാത്രക്കാർ എന്ന് വിളിക്കുക. അവർ പോയതിൽ ദുഃഖിക്കരുത്. പകരം അവർ പോയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ഒഴിവിലേക്ക് യഥാർത്ഥ സ്നേഹമുള്ളവർക്ക് കടന്നു വരാൻ വഴിയൊരുക്കുക. പലപ്പോഴും നമ്മളെ തളർത്തുന്നത് പ്രശ്നങ്ങളല്ല, മറിച്ച് മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മുടെ മനസ്സാണ്. പോയവരെ ഓർത്ത് കരയുന്നതിനിടയിൽ കൂടെ നിൽക്കുന്നവരെ കാണാൻ നമ്മൾ മറന്നു പോകുന്നു. തെറ്റായ ആളുകളെ മുറുകെ പിടിക്കുന്നത് മുറിവേറ്റ കൈകൊണ്ട് മുള്ളുചെടിയിൽ പിടിക്കുന്നത് പോലെയാണ്. എത്ര കൂടുതൽ പിടിക്കുന്നുവോ അത്രയും കൂടുതൽ വേദനിക്കും. ആ പിടി ഒന്ന് അയച്ചു നോക്കൂ. നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണെന്ന് അപ്പോൾ മനസ്സിലാകും. ഇന്ന് നിങ്ങൾ ഒറ്റക്കാണെന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കേണ്ട. ആകാശം ഇരുളുമ്പോഴാണ് നക്ഷത്രങ്ങൾ തെളിയുന്നത്. ഈ കഠിനമായ ദിവസങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും. കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുക. പോയവർക്ക് നന്ദി പറയുക. കാരണം അവർ നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചു. ഇപ്പോൾ കണ്ണുനീർ തുടച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്.
ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ വരുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ആരെന്നും അല്ലാത്തവർ ആരെന്നും തിരിച്ചറിയാനാണ്. അത് മനസ്സിലാക്കി തെറ്റായ ആളുകളെ ഉപേക്ഷിച്ച് ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. അതിനാൽ അനാവശ്യമായ ബന്ധങ്ങളെ മുറുകെ പിടിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. അസ്സലാമു അലൈക്കും.